18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കണമെങ്കിൽ എന്തെല്ലാം രേഖകൾ വേണം? ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം രേഖകൾ വേണം, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കറിയാം, ആധാർ എടുക്കുന്നതിന് ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ ഒരു വയസ്സായ ഒരു കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആധാർ എടുക്കാം. അത് നമുക്ക് 5 വയസ്സാവട്ടെ എന്നിട്ട് എടുക്കാം എന്ന് പറയേണ്ട കാര്യമില്ല. എത്ര വയസ്സുള്ള ആളുകൾക്കും അതായത് ആധാർ എടുക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇപ്പോഴും ആധാർ ഇല്ലാത്ത ആളുകളുണ്ട്. കുറേ ആളുകളെ എണ്ണം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും ഉണ്ട് എന്നാണ്. കാരണം നമ്മൾ ഒരു ആധാർ സർവീസ് നൽകുന്ന സ്ഥാപനമായതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെ എൻക്വയറി വരലുണ്ട്. ഇപ്പോഴും ആധാർ ഇല്ല, അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വയസ്സ് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും 50 വയസ്സായി, 65 വയസ്സായി, 68 വയസ്സായി എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് ആധാർ എടുത്തിട്ട് എത്രയും കാലം? അപ്പോൾ അവർ പറയാനുള്ള മറുപടി എന്താണ്? ചില ആളുകൾ പറയാനുള്ള ഒരു കാരണം പിന്നെ വിദേശത്തായിരുന്നു, മാത്രമല്ല പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്തിൽ അതായത് വയസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അഡ്രസ്സിൽ പ്രശ്നമുണ്ട്, പേരിൽ ചില വ്യത്യാസങ്ങളുണ്ട്, സെക്കൻഡ് പാസ്പോർട്ടാണ്, ഇങ്ങനെയൊക്കെ പറയും ചില ആളുകൾ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആധാറിൽ മറ്റ് രേഖകളെ പോലെയല്ല, ആധാർ മറ്റ് രേഖകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തന്നെ നമ്മളെ ബയോമെട്രിക് ഡീറ്റെയിൽസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അവിടെ എൻട്രി ചെയ്യുമ്പോഴും തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ ബയോമെട്രിക് അഥവാ നമ്മളെ കണ്ണിൻ്റെ അടയാളം അല്ലെങ്കിൽ ഫിംഗർ അടയാളങ്ങളൊക്കെ അവിടെ ഉള്ള സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയുന്നതിനും ഐഡന്റിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബയോമെട്രിക് എടുക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു ഒരു പേടിയാണ്, ഇങ്ങനെ ഇനി ആധാർ കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ എടുക്കുമ്പോൾ ആധാറിൽ ബയോമെട്രിക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിദേശത്തേക്ക് തിരിച്ചൊക്കെ പോകുന്ന സമയത്ത് ഇനി അവിടുന്ന് പിടിക്കപ്പെടുമോ? കാരണം ആധാറിൽ ചിലപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് മറ്റ് രേഖകളിലെ വയസ്സും പാസ്പോർട്ടിൽ വേറെ പേരും വയസ്സൊക്കെ ആവുമ്പോൾ ഇനി അവിടുന്ന് പിടിക്കുമ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ പല ആശങ്കകളുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളൂ, പല ആളുകളും അങ്ങനെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപൂർവമായിട്ട് കുറേ ആളുകളുണ്ട് എന്നല്ല പറഞ്ഞത്, അങ്ങനെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്, എടുക്കാത്തവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും എന്നാൽ ഇന്ത്യൻ്റെ അകത്തുമുള്ള കുറച്ച് ആളുകൾ, ഇവിടെ നാട്ടിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ആളുകൾ അങ്ങനെ രാജ്യം വിട്ട ആളുകളുണ്ട്. നമ്മൾ ഭാഷയിൽ പറഞ്ഞ രാജ്യം വിട്ടു പോവുക. പണ്ട് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് രാജ്യം വിട്ടു പോകും, ഇവിടെ നാട് ശരിയില്ല എന്ന് പറഞ്ഞു പോവുക. അങ്ങനെ പോയ ആളുകൾ അവർക്ക് എന്താ അവസ്ഥ? അവിടെ അവർക്കൊരു രേഖയില്ല. ഇവിടുന്ന് രാജ്യം വിട്ടുപോയത് കൊണ്ട് അവർക്ക് ഇവിടെയും ഒരു രേഖയില്ല. അങ്ങനെ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള പോലത്തിൽ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നമുക്കിപ്പോൾ ആധാർ നിർബന്ധമാണ്. അവരിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിപ്പോൾ നാട്ടിലേക്ക് തന്നെ ലാസ്റ്റ് തിരിച്ചു വരും. അങ്ങനെയുള്ള ആളുകൾ എവിടെ പോയാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാരണന്മാർ പറഞ്ഞ പോലെ എവിടെ പോയി കറങ്ങി വന്നാലും അവസാനം നമ്മുടെ അടുത്ത് തന്നെ വരുന്നത് കേട്ടിട്ടില്ല. അപ്പൊ അതേപോലെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ ഇനി അവർക്ക് എന്തെങ്കിലും ഒരു മരുന്നിനോ എന്തെങ്കിലും രോഗിയായിട്ട് കഴിക്കാനും വരിക, ഒരു മരുന്നിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ജോലി ചെയ്യാനും പറ്റൂല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ എന്തെങ്കിലുമൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം എന്താ? ആധാർ എവിടെയാണ് ചോദ്യം. അപ്പൊ ആധാറിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ആധാറിന് ഇയാൾ 18 വയസ്സിന് മുകളിലുള്ള ആളാണ്. അപ്പൊ നമുക്ക് ആധാറിന് അപേക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ഇദ്ദേഹത്തിന് രേഖ വേണം. നമുക്കറിയാം, ID പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം. അത് രണ്ടും ഒന്ന് തന്നെ ആവാം. ഇപ്പൊ പാസ്പോർട്ട് ആണെങ്കിൽ ID പ്രൂഫായിട്ടും പാസ്പോർട്ട് ഉപയോഗിക്കാം, അഡ്രസ് ആയിട്ടും പാസ്പോർട്ട് ഉപയോഗിക്കാം. ഇപ്പൊ വോട്ടർ ID പുതിയ കാർഡ് വേണം, അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും ഉപയോഗിക്കുക. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ അതിൽ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഫോട്ടോ അതിലുണ്ടെങ്കിൽ അതാണ് ID പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫോട്ടോ ഇല്ലാത്ത ഒരു പ്രൂഫ് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, അതിൽ അഡ്രസ്സും ഉണ്ടാവുമ്പോൾ അഡ്രസ്സ് നമ്മൾ ഇന്ന വിലാസത്തിൽ താമസിക്കുന്നു എന്നുള്ള രേഖയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ പല ആളുകളോടും നമ്മൾ പറയാറുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കണമെങ്കിൽ അത് എല്ലാ സെന്ററിലും അതിനുള്ള സംവിധാനം ഇല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആധാർ എടുക്കുന്ന എല്ലാ സെന്ററുകളിലും പോയി കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ആധാർ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ അപൂർവമായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ 18 വയസ്സിന് മുകളിൽ ഒരാൾക്ക് ആധാർ എടുക്കണമെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾ അക്ഷയയിൽ പോയാൽ മതി അല്ലെങ്കിൽ മറ്റു സെന്ററിൽ പോയാൽ മതി, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ മതി പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആധാർ എടുക്കാൻ കഴിയില്ല. അത് സെലക്റ്റഡ് സെന്റേഴ്സിൽ മാത്രമേ ഈ ഫെസിലിറ്റി ഉള്ളൂ.
അപ്പോൾ നിങ്ങളിപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറുവ പഞ്ചായത്തിലുള്ള വ്യക്തിയാണ്. ഇവിടെ നമ്മൾ തൊട്ടടുത്തൊരു പഞ്ചായത്താണ് പുഴക്കാട്ടിൽ. പുഴക്കാട്ടിൽ അക്ഷയ സെന്ററിൽ ഇതിനുള്ള സംവിധാനമുണ്ട്. അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ആധാർ എടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ മലപ്പുറം ഭാഗത്തുള്ള വ്യക്തിയാണെങ്കിൽ മലപ്പുറം, അതായത് അവിടെ ഓർക്കിഡ് ഹോസ്പിറ്റൽ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു അക്ഷയ സെന്റർ ഉണ്ട്. അവിടെ സൗകര്യമുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ആധാർ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ വേങ്ങര ഭാഗത്ത് ഒരു സെന്ററിൽ ഈ സംവിധാനമുണ്ട്. പൊന്നാനി ഭാഗത്ത് ഒരു സെന്ററിൽ ഇതിനുള്ള സംവിധാനമുണ്ട്. കൊണ്ടോട്ടി ഒരു സെന്ററിൽ സംവിധാനമുണ്ട്. അങ്ങനെ സെലക്റ്റഡ് സെന്ററിൽ മാത്രമേ ഈ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ആധാർ എടുക്കാനുള്ള സംവിധാനം ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗത്തുകളൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ആ സെന്ററിൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ സെന്റർ ഏകദേശം എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത് ഞാൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന സെന്ററുകൾ ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്താ നമുക്ക് നോക്കാം. 18 വയസ്സിന് മുകളിൽ ഒരാൾ ആധാറിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സെന്ററിൽ എവിടെയെങ്കിലും പോയി നമ്മൾ ആധാറിന് അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എന്താ വെച്ചാൽ അവർ അത് എൻറോൾ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തതിന് ശേഷമുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ തരും. അത് കളയാൻ പാടില്ല, അത് സൂക്ഷിക്കുക. അതിനുശേഷം സംഭവിക്കുന്നത് നമുക്കറിയാം. ഏത് ഒരു കുട്ടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആധാർ എടുത്തു കഴിഞ്ഞാൽ ഇത് UIDയുടെ സൈറ്റിലേക്കാണ് അപ്ലോഡായി പോകുന്നത്. അപ്പോൾ UIDI എന്ത് ചെയ്യും? ഇത് ഈ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് നേരെ ഏത് സംസ്ഥാനത്തിലുള്ള ആളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളമാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിൽ IT മിഷനാണ്. അപ്പോൾ IT മിഷനിലേക്കാണ് ഇതിൻ്റെ ഒരു കോപ്പി അവർ ഫോർവേഡ് ചെയ്യും. UIDI അഥവാ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് UIDIയുടെ ഫുൾ ഫോം. ഇവരാണ് ആധാറിൻ്റെ അതോറിറ്റി. മറ്റു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഫയല് നേരെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള IT മിഷന് കൈമാറുകയും IT മിഷൻ ഈ ആധാർ എടുത്ത വ്യക്തി ഏത് താലൂക്കിലാണ് എന്ന് നോക്കിയിട്ട് ആ താലൂക്കിലേക്ക് ഈ ഫയൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ താലൂക്കിൽ നിന്നും ഈ വ്യക്തിയുടെ വില്ലേജ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ വില്ലേജിലേക്ക് ഈ ഫയൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ വില്ലേജിൽ നിന്ന് എന്താ ചെയ്യുക വെച്ചാൽ അവിടുന്ന് വില്ലേജ് ഓഫീസർ ഈ വ്യക്തിക്ക് ഫോണിൽ ബന്ധപ്പെടും. ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ആധാറിന് അപേക്ഷ കൊടുത്തിരുന്നോ എങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ വരണമെന്ന് പറയുകയും, അല്ലെങ്കിൽ നേരെ ഫീൽഡിൽ നമ്മളെ വീട്ടിൽ വന്നു അവർ അന്വേഷിക്കാം. അതവർ സൗകര്യം പോലെ ചെയ്യും. ശരിക്കും നിയമം അങ്ങനെയാണ്. അവിടെ അവർ ഈ അഡ്രസ്സിൽ ഇങ്ങനെ വ്യക്തി താമസിക്കുന്നുണ്ടോ, ഇദ്ദേഹം ആധാർ മുമ്പ് എടുത്തിട്ടുണ്ടോ, എൻറോൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ. അങ്ങനെ ഇദ്ദേഹം ഈ സെന്ററിൽ പോയപ്പോൾ അവിടെ ഏത് പ്രൂഫാണ് കൊടുത്തത്, അതായത് ആധാർ എടുക്കാൻ അവിടെ കൊടുത്തത് പാസ്പോർട്ട് ആണെങ്കിൽ ആ പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ടും ആ രേഖ ഒറിജിനലും ആധാറിന് എൻറോൾ ചെയ്തപ്പോൾ കിട്ടിയ റെസിപ്റ്റും കൊണ്ട് വില്ലേജ് ഓഫീസിൽ വരികയും അവരത് വെരിഫൈ ചെയ്തിട്ട് നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് റെഡിയാണ്, ഈ പ്രൂഫ് കറക്റ്റാണ്, ഇദ്ദേഹം ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്നുണ്ട്, നിലവിൽ ഇദ്ദേഹത്തിന് ആധാറൊന്നും ഇല്ല എന്ന് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് ആധാർ ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ചെയ്തു, വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ അപ്രൂവ് ചെയ്ത് വിട്ടു, ഇത് റെഡിയായി, എൻ്റെ ആധാർ ഓക്കെ ആയി. നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ പോസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്, പോസ്റ്റിൽ വന്ന് അങ്ങനെ ചെയ്യാം, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അതിന് മുമ്പ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അഥവാ ആധാർ ഡൗൺലോഡ് ചെയ്ത് സാധാരണ പോലെ തന്നെ നമുക്കത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആധാർ പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ള ആർക്ക് ആധാർ എടുത്തു കഴിഞ്ഞാലും ഫോണിൽ അപ്രൂവ്ഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയി. അതേസമയം റിജക്റ്റഡ് എന്നാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരും. അതായത് നമ്മളൊരു ആധാർ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മെസ്സേജ് വരുന്നത് റിജക്റ്റഡ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ അപേക്ഷ തള്ളി എന്നർത്ഥം. പിന്നെ നമ്മൾ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും എന്ത് ചെയ്യാണ്, വീണ്ടും എൻറോൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ സംബന്ധിച്ചൊരു പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയുടെ ആധാർ എടുത്ത് റിജക്ഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഫ്ലോ അതൊക്കെ ഫുള്ള് എന്ത് ചെയ്യണം, വീണ്ടും ചെയ്യേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം. വീണ്ടും എൻറോൾ ചെയ്ത് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. മാത്രമല്ല ടൈം എടുക്കുകയും ചെയ്യും. അതേസമയം 18 വയസ്സിന് താഴെ വ്യക്തിക്കാണ് ആധാർ എടുക്കുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ എൻറോൾ ചെയ്യുന്നു. ചിലപ്പോൾ 4-5 ദിവസം കൊണ്ട് അത് അപ്രൂവ് ആയി നമുക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഇതാണ് 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ആധാർ എടുക്കാനുള്ള
പ്രൊസീജിയർ. അപ്പോൾ നിങ്ങളെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഈ ആധാർ എടുക്കാൻ വൈകിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.